സ്വർഗീയ പിതാവിൻ്റെ സ്നേഹത്തിലായിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങളെ, ഇന്നത്തെ സുവിശേഷ ഭാഗം ധൂർത്തപുത്രൻ്റെ ഉപമയാണ് നമ്മളുമായിട്ട് പങ്കുവയ്ക്കുക. ഒത്തിരിയേറെ തവണ അഭിനയത്തിലൂടെയും കഥാരൂപേണയും നാം ശ്രവിച്ചിട്ടുള്ള ഉപമയാണ് ധൂർത്തപുത്രൻ്റെ ഉപമ. അതിനാൽ തന്നെ വലിയ വിവരണങ്ങളുടെ ആവശ്യമില്ല. എങ്കിലും ചെറിയ ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ധൂർത്തപുത്രൻ്റെ ഉപമയിൽ 4 കഥാപാത്രങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നല്ല ഒരു അപ്പനെ കാണുവാനായിട്ട് സാധിക്കും. കിട്ടിയ സ്വത്തെല്ലാം ധൂർത്തടിച്ച നഷ്ടപ്പെടുത്തിയ ഒരു ഇളയ മകനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തെറ്റിത് മനസ്സിലാക്കി തിരിച്ചു വന്ന സഹോദരനെ സ്വീകരിക്കാൻ തയ്യാറാകാത്ത ഒരു മൂത്ത മകനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവർ മൂവരും കൂടാതെ ഒരു വേലക്കാരനെ വഴിവെക്കിൽ നമുക്ക് കണ്ടുമുട്ടാനാകും. നല്ല അപ്പനെ നമുക്ക് എടുത്തു നോക്കാം. നമ്മുടെയൊക്കെ വീടുകളിൽ പകൽ മുഴുവൻ അധ്വാനിച്ച് കിട്ടിയ കാശെല്ലാം മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന, മക്കളുടെ ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കുവാനായിട്ട് സമയം കണ്ടെത്തുന്ന ഒരു അപ്പച്ചനെ നമുക്ക് കാണാം. അതുപോലെ തന്നെ മക്കൾ പുറത്തു പോയി തിരിച്ചു വരുമ്പോൾ നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി, മക്കൾക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കി കാത്തിരിക്കുന്ന ഒരു അമ്മയെ നമുക്ക് കാണാം. ഇവരെയൊക്കെ നമുക്ക് നല്ല അപ്പൻ്റെ സ്ഥാനത്ത് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് നല്ല അപ്പന് ഒരു ഗുണവും കൂടി കാണിച്ചു തരുന്നുണ്ട് ഇന്നത്തെ സുവിശേഷ ഭാഗം. തിരിച്ചു വരുന്നവനെ 2 കൈയും നീട്ടി മാറോട് ചേർത്ത് സ്വീകരിക്കുന്ന ഒരു അപ്പൻ. നമ്മുടെയൊക്കെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു സുവിശേഷ ഭാഗമായിട്ടാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. വിശുദ്ധ മോണിക്ക പുണ്യവതിയെ കുറിച്ച് നമുക്ക് കേട്ടിട്ടുണ്ട്. തൻ്റെ മകന് വേണ്ടി കണ്ണുനീരൊഴുക്കി കർത്താവിൻ്റെ പാദത്തിങ്കിൽ പ്രാർത്ഥിച്ചപ്പോൾ ആ മകൻ വിശുദ്ധനായി തീർന്നു. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തിരിച്ചുവരവിനായി, തിരിച്ചറിവിനായി നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമതായി ധൂർത്തപുത്രനായ ഇളയ മകനെ നമുക്ക് കാണാം. തിരിച്ചറിവുണ്ടായപ്പോൾ, സുബോധം വീണ്ടും കിട്ടിയപ്പോൾ തിരിച്ചു നടന്ന് യേശുവിൻ്റെ അടുക്കിലേക്ക്, തൻ്റെ അപ്പൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരുവാൻ സന്നദ്ധനായ ധൂർത്തപുത്രൻ. പലപ്പോഴും നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നുണ്ട്. നമുക്കും തിരിച്ചു വരുവാനായിട്ട് പരിശ്രമിക്കാം. യേശുവിൻ്റെ അടുക്കൽ വന്ന് മാപ്പപേക്ഷിക്കാം. അങ്ങനെ ദൈവത്തിൻ്റെ മകനായിട്ട് തീരാനായിട്ട് പരിശ്രമിക്കാം. മൂന്നാമതായിട്ട് മൂത്ത മകനിലെ 2 കുറവുകളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം ചൂണ്ടിക്കാണിക്കുക. തിരിച്ചു വന്ന തൻ്റെ സഹോദരനെ സ്വീകരിക്കുവാനായിട്ട് തയ്യാറാകാതെ ഇരിക്കുന്ന മൂത്ത മകൻ. നമുക്കറിയാം, നമ്മുടെയൊക്കെ ചുറ്റുപാടിലും കുറ്റവാളി എന്ന് മുദ്ര കുത്തിയ ഒരുവനെ ഒരിക്കലും നാം സമൂഹം അംഗീകരിക്കുന്നില്ല. അവൻ തിരിച്ചു വരുവാനായിട്ട്, അനുദപിക്കുവാനായിട്ട്, തെറ്റുതിരുത്തുവാനായിട്ട് തയ്യാറായാൽ പോലും അവനെ അംഗീകരിക്കുവാൻ ഇന്നത്തെ സമൂഹം പലപ്പോഴും മടി കാണിക്കാറുണ്ട്. അതിനെയാണ് സുവിശേഷ ഭാഗം ചൂണ്ടിക്കാട്ടുന്നത്. രണ്ടാമതായിട്ട് അവനിലെ കുറവ് എന്ന് പറയുന്നത്, പിതാവിനോട് കൂടെ ആയിരുന്നിട്ടും പിതാവിൻ്റെ സ്നേഹം മനസ്സിലാക്കാതെ പോകുന്നു. നമുക്കറിയാം, വിശുദ്ധ കുർബാന സ്വീകരിച്ച് എന്നും യേശുവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കുന്നവരാണ് നാം. എന്നിട്ടും യേശുവിനെ പലപ്പോഴും മനസ്സിലാക്കാതെ, യേശുവിൻ്റെ സാന്നിധ്യം പലപ്പോഴും മനസ്സിലാക്കാതെ പാപത്തിൽ വീണുപോകുന്ന സാഹചര്യം നമുക്കുണ്ടാകുന്നുണ്ട്. യേശുവിൻ്റെ യഥാർത്ഥമായ സാന്നിധ്യം തിരിച്ചറിയുവാൻ നമുക്ക് പരിശ്രമിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാം വാക്യം ഇപ്രകാരം പറയുന്നുണ്ട്: കർത്താവേ, കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നവനാരോ അവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമുക്കും കർത്താവിൻ്റെ കൂടെ ആയിരിക്കുന്നതിലുപരി കർത്താവിൻ്റെ ഹിതം നിറവേറ്റുവാനായിട്ട് പരിശ്രമിക്കാം. അങ്ങനെ സ്വർഗരാജ്യത്തിൽ ഇടം നേടാനായിട്ട് നമുക്ക് തയ്യാറെടുക്കാം. നാലാമതായിട്ട് ഒരു വേലക്കാരനെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. മൂത്ത മകൻ വേലക്കാരനോട് ചോദിക്കുന്നുണ്ട്, അവിടെ എന്താണ് എൻ്റെ വീട്ടിൽ സംഭവിക്കുന്നതെന്ന്. പറയേണ്ടതിൽ കൂടുതൽ പറഞ്ഞ് മറ്റുള്ളവരുടെ ഹൃദയങ്ങളിലേക്ക് വിദ്വേഷം നിറയ്ക്കുന്ന ഒരു വേലക്കാരനായിട്ട് നമുക്ക് വേണമെങ്കിൽ ആ വേലക്കാരനെ കാണുവാനായിട്ട് സാധിക്കും. തൻ്റെ അനിയൻ തിരിച്ചു വന്നു എന്ന് മാത്രം പറഞ്ഞു നിർത്തേണ്ടടുത്ത് കൂടുതലായി കാളക്കുട്ടിയെ കൊന്നുവെന്നും ആഘോഷിക്കുകയാണെന്നും യാതൊരു കുഴപ്പവുമില്ലാതെ തിരിച്ചു വന്നിരിക്കുന്നുവെന്ന് പറയുന്ന വേലക്കാരൻ്റെ മനോഭാവം നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും ഈ മനോഭാവത്തോടു കൂടിയല്ലേ നാം ജീവിക്കുന്നത്. പറയേണ്ടിടത്ത് പറയാതെ, പറയേണ്ടത് പറയാതെ നാമും പലപ്പോഴും മറ്റുള്ളവരുടെ മനസ്സുകളിൽ വിദ്വേഷം കുത്തിവെക്കാറില്ലേ? നമുക്ക് നമ്മുടെ സംസാരങ്ങളെ ശ്രദ്ധിക്കാം. അതുവഴി മറ്റുള്ളവർക്ക് നന്മ വരുന്ന രീതിയിൽ സംസാരിക്കുവാനും അങ്ങനെ അനേകായിരങ്ങൾക്ക് നന്മ വരുവാനും ഇടയാകട്ടെ. ഇന്നത്തെ സുവിശേഷ ഭാഗം ധ്യാനിക്കുമ്പോൾ നമുക്ക് നല്ല അപ്പന്മാരാകാം. ഇളയ മകനെ പോലെ
തിരിച്ചറിവുണ്ടാകുമ്പോൾ തിരിച്ചു നടക്കുവാനായിട്ട് കൊതിക്കാം. തെറ്റുതിരുത്തി തിരിച്ചു വരുന്നവനെ സ്നേഹത്തോടെ സ്വീകരിക്കുവാനും അതുപോലെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് കർത്താവിൻ്റെ ഹിതം നിറവേറ്റുവാനുമായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ നല്ല വാക്കുകൾ കൊണ്ട് മറ്റുള്ളവർക്ക് നന്മയുണ്ടാകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ നമ്മുടെയൊക്കെ ജീവിതം വളരെ സന്തോഷപ്രദമായി തീരാനായിട്ട് ഇടവരുത്തട്ടെ എന്ന് ആശംസിക്കുന്നു.